Welcome to Quantum Mechanics, part 38. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ നടത്തിയത്. ഇനിയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. 37 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പോസ്റ്റിംഗ് ഞാൻ കൊടുത്തത്. Question number 1. An electron has a de Broglie wavelength of 0.15 angstrom unit. Find the kinetic energy of the electron. Also find the phase and group velocities. നമുക്കറിയാം ഡി ബ്രോഫ് വേവ് ലെങ്ത് ഈ കൈനറ്റിക് എനർജി ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഡി ബ്രോഫ് വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് h ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2me. ഇവിടുന്ന് 2me കണ്ടുപിടിച്ചാൽ h സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ എന്ന് വരും. ദറ്റ് ഈസ് 6.6 ഇൻറ്റു 10⁻34 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ ഈസ് 0.15 ആങ്സ്ട്രം യൂണിറ്റ്. അതിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻10 ദി ഹോൾ സ്ക്വയർ. ആൻസർ ഈസ് 1.936 into 10 to the power of -45, from which kinetic energy E equals, ഇവിടുന്ന് E എടുക്കുമ്പോൾ this divided by 2 into m, mass of electron. So 1.936 into 10⁻45 divided by 2 into mass of electron. ഇവിടെ ഇപ്പോൾ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് ഒന്നും എടുക്കണ്ട, അപ്പോൾ റെസ്റ്റ് മാസ് എടുത്താൽ മതി. 9.1 into 10⁻31 കിലോഗ്രാം. ആൻസർ ഈസ് 1.06 into 10⁻15 ജൂൾ. അതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 1.6 into 10⁻19 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ ഇത് ഇലക്ട്രോൺ വോൾട്ട് ആകും. Then we will get it as 6.6 into 10⁻³ electron volt, or 6.6 kilo electron volt. 10⁻³ is kilo. ഇനി ഇതിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റി കാണാം. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ വെലോസിറ്റി തന്നെയാണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പി ഇലക്ട്രോണിൻ്റെ മൊമെൻ്റ്, അപ്പോൾ പി ഈക്വൽസ് എം വി ദറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ലാംഡ. അല്ലേ, ലാംഡ ഈക്വൽസ് എച്ച് ബൈ പി അല്ലെ, എച്ച് ബൈ എം വി, ഫ്രം വിച്ച് എം വി ഈക്വൽസ് എച്ച് ബൈ ലാംഡ. So that V equals h by m lambda. ഇതാണ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. ദറ്റ് ഈസ് h 6.6 into 10⁻34 by m is 9.1 into 10⁻31 into lambda 0.15 into 10⁻10. That is V, and answer V equals 4.85 into 10⁻7 meter per second. meter per second. ഇതാണ് പാർട്ടിക്കിൾ വെലോസിറ്റി. പാർട്ടിക്കിൾ വെലോസിറ്റി തന്നെയാണ് ഗ്രൂപ്പ് വെലോസിറ്റി. ചുരുക്കത്തിൽ ഗ്രൂപ്പ് വെലോസിറ്റി Vg equals Vg equals V equals 4.85 into 10⁻7 meter per second. In phase velocity, അതായത് ഒരു സിംഗിൾ വേവിൻ്റെ, മാറ്റർ വേവിൻ്റെ വെലോസിറ്റി, വി ഹാവ് ഷോൺ ഇറ്റ് ടു ബി വി ഫേസ് ഈക്വൽസ് W എന്ന് നേരത്തെ ചില പോസ്റ്റ് ചെയ്യാൻ W എന്നായിട്ടിരിക്കുന്നത് ഡിറൈവ് ചെയ്തപ്പോൾ വി ഫേസ് വി പി എന്നോ W എന്നോ ഇടാം, ഈക്വൽസ് C സ്ക്വയർ ബൈ പാർട്ടിക്കിൾ വെലോസിറ്റി. C is the velocity of light, 3 into 10⁻8 the whole square divided by 4.85 into 10⁻7. Answer is 1.86 into 10⁻9.
meter per second. ഫേസ് വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റിയൊക്കെ കൂടിയിരിക്കും. അത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫേസ് വെലോസിറ്റി. That's all. Question number 2. Evaluate commutator of x and p. Commutator xp. Now xp means xp minus px. Momentum operator p is h cut by I into d by dx or dou by dou x. So xp minus px. ഇനിയിപ്പോൾ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സൈ ഇട്ട് കൊടുക്കണം. ഓപ്പറേറ്ററിന് മീനിങ് വരണമെങ്കിൽ ഫങ്ഷൻ ചേർത്ത് കൊടുക്കണ്ടേ? ഒരു മെഷീൻ്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ മെഷീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ഉപയോഗത്തിൽ ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ സൈ ചേർത്ത് കൊടുക്കും. അപ്പോൾ എക്സ് പി മൈനസ് പി എക്സ് ഇൻറ്റു ഒരു വേവ് ഫങ്ഷൻ ഇട്ട് കൊടുത്തു. ഇത് രണ്ടിനെയും കൂടെ ചേർക്കാമല്ലോ. ദാറ്റ് ഈസ് എക്സ് പി ഈസ് h cut by I dou psi by dou x minus px psi h cut by I dou x dou by dou x x psi. ഈ സെക്കൻഡ് ടൈമിൻ്റെ കൂടെ എക്സ് ഐ ആ വരുന്നത്. പി കഴിഞ്ഞാൽ പിന്നെ എക്സ് ഐ ഈക്വൽസ് എച്ച് കട്ട് ബൈ ഐ. അത് കോൺഫാക്റ്റായിട്ട് പുറത്തെടുക്കാം. എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഐ. ഇത് പ്രോഡക്റ്റാണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് പ്ലസ് സൈ. Psi into dou x by dou x, that is 1. So plus psi. ഇത് ബ്രാക്കറ്റ് വരുമ്പോൾ ഈ ടേമും ക്യാൻസൽ ചെയ്യും. പോയിട്ട് മൈനസ് സൈ വരും ഇവിടെ. For final answer is h cut by I into minus psi or minus h cut by I psi. ഇതാണ് റൈറ്റ് സൈഡ് കിട്ടിയത് എക്സ്പാൻഡ് ചെയ്ത്. ചുരുക്കത്തിൽ കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് പി ഈക്വൽസ്, അതിൻ്റെ സൈൻ കളയാം, ഓപ്പറേറ്റർ ഫോമിൽ എഴുതുമ്പോൾ കമ്മ്യൂട്ടേറ്റർ എക്സ് പി ഈക്വൽസ് മൈനസ് എച്ച് കട്ട് ബൈ ഐ. ദാറ്റ് ഈസ് ദി ആൻസർ. ഇത് മറ്റ് ചോദ്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടും ഈ റിസൾട്ട്. ഓക്കെ, another one. Show that psi equals a e raised to minus alpha x, capital A into e raised to minus alpha x is an eigenfunction of the operator c hat equals d square by dx square plus 2 by x into d by dx plus 2b by x, and determine the corresponding eigenvalue. ഇതാണ് ഫങ്ഷൻ. psi equals a e raised to minus alpha x. Operator c hat equals d square by dx square plus 2 by x d by dx plus 2b by x. അപ്പോൾ ഓപ്പറേറ്റർ ഇതാ. അപ്പോൾ ആദ്യം നമ്മൾ ഡി സൈ ബൈ ഡി എക്സ് ചെയ്യണം. അതായത് എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം മൈനസ് ആൽഫ ഇൻറ്റു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ്. അതിൽ എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് ഈസ് സൈ. ചുരുക്കത്തിൽ ഡി സൈ ബൈ ഡി എക്സ് ഈസ് മൈനസ് ആൽഫ ഇൻറ്റു സൈ.
ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതിന് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് മൈനസ് ആൽഫ എ ഇൻറ്റു ഒരു തവണ കൂടെ മൈനസ് ആൽഫ വരും ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ്. ദറ്റ് ഈസ് minus alpha into minus alpha. Minus alpha into minus alpha is alpha square. Alpha square into a e raised to minus alpha x. That is psi. അപ്പോൾ ഇത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നുള്ളത് ആൽഫ സ്ക്വയർ സൈ എന്ന് കിട്ടി. ഇനിയിപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. സോ ദി ഹോൾ ഓപ്പറേറ്റർ ഓഫ് സൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ സൈ പ്ലസ് 2/x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഈസ് മൈനസ് ആൽഫ സൈ പ്ലസ് 2b/x ഇൻറ്റു സൈ. സൈ ഇങ്ങ് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. സോ ഇറ്റ് ഈസ് ആൽഫ സ്ക്വയർ മൈനസ് 2α/x പ്ലസ് 2b/x ഇൻറ്റു സൈ. ചുരുക്കത്തിൽ സൈ ഈസ് ദി ഐഗൺ ഫങ്ഷൻ ഓഫ് ദിസ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ ഫങ്ഷൻ ആയതെന്ന് കിട്ടി. കാരണം ദിസ് ഓപ്പറേറ്റർ ഓഫ് സൈയെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഈ സംഗതി പുറത്തു വന്നു. സൈ അൺഅഫക്റ്റഡായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ദിസ് ഇസ് ആൻ ഐഗൺ ഫങ്ഷൻ ഓഫ് ദി ഓപ്പറേറ്റർ. ഇനി ഐഗൺ വാല്യൂ കാണണം. ഐഗൺ വാല്യൂ ഇതിനകത്ത് വേരിയബിൾ കയറി വന്നിട്ടുണ്ട് എക്സ്. ആ എക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. കാരണം ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് വാല്യൂ. അപ്പോൾ അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ എക്സ് ഫാക്ടർ ഇല്ലാതാവണം. എക്സ് ഫാക്ടർ ഇല്ലാതാവാൻ ആൽഫ ഈക്വൽസ് ബി എന്നിട്ട് കൊടുത്താൽ പോരെ. ആൽഫയുടെ സ്ഥാനത്ത് ബി ഇട്ട് കൊടുത്താൽ ഇതിപ്പോൾ മൈനസ് 2b/x, ഇത് പ്ലസ് 2b/x, ഇവിടെ ബി സ്ക്വയർ എന്ന് വരും. ഇത് രണ്ടും കൂടെ അങ്ങ് 0 ആകും. സോ ഐഗൺ വാല്യൂ ഫോർ ആൽഫ ഈക്വൽസ് ബി സി സൈ ഈക്വൽസ് ബി സ്ക്വയർ സൈ എന്ന് വരും. ദറ്റ് ഈസ് ഐഗൺ വാല്യൂ ഈസ് ബി സ്ക്വയർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. കണ്ടല്ലോ സ്റ്റെപ്സ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ആൽഫ ഈക്വൽസ് ബി, ആൽഫ ഈക്വൽസ് ബി എന്നിടുമ്പോൾ ഈ ടേംസ് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ആൽഫ സ്ക്വയർ ആകും. അതിപ്പോൾ ബി എന്നിട്ടിരിക്കുക, അപ്പോൾ ബി സ്ക്വയർ. സോ ദറ്റ് ഈസ് ദി ഐഗൺ വാല്യൂ ഓഫ് ദി ഓപ്പറേറ്റർ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വി വിൽ സീ ദി നെക്സ്റ്റ് പോസ്റ്റിംഗ് സൂൺ. താങ്ക് യു.